റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യനിമിഷങ്ങളിലുണ്ടായ കഠിനമായ വേദന ചരിത്രത്തിൽ സുവിദിതമാണ്. എല്ലാവരും വേദനിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ്, അല്ലാഹുവേ നീ ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്നയാളാണ്. മിൻ ബൈനൽ അസ്ബി വൽ ഖസ്ബി വൽ അനാമിൽ, ഞരമ്പുകളിലൂടെ കെണുപ്പുകളിലൂടെ അപ്രകാരം വിരൽ തുമ്പുകളിലൂടെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കുന്നയാളാണല്ലോ റബ്ബേ. അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗതി വഹവ്വിൻഹു അലയ്യാ. അല്ലാഹുവേ അതുകൊണ്ട് മരണം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്ത് ഖൈറായ കാര്യങ്ങൾ ചെയ്തവനാണ്, സ്വതക്ക ചെയ്തവനാണ്, നിസ്കരിച്ചവനാണ്, നോമ്പെടുത്തവനാണ്. അവന്റെ സ്വർഗാനുഭവങ്ങൾ കാണുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, മരിക്കുന്ന സമയത്ത് അവൻ കാണുന്നു അവന്റെ 2 മലക്കുകളെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഖീബിനെയും അതീദിനെയും അവൻ കാണുകയാണ്. പാവപ്പെട്ട ഞാൻ ഈ പറയുന്ന സമയത്ത് എൻ്റെ ഈ സംസാരം രേഖപ്പെടുത്തുന്ന, നിങ്ങളുടെ ചിന്തകൾ രേഖപ്പെടുത്തുന്ന, നിങ്ങളുടെ ദിക്റുകൾ എഴുതി വെക്കുന്ന, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷികളായിട്ട് വരുന്ന ഈ 2 മലക്കുകളെ അവൻ മരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്വർഗാനുഭവമാണ്. ആ മലക്കുകൾ പറയും അവനോട്, ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു തആല നിനക്ക് ഖൈർ നൽകട്ടെ മനുഷ്യ, നിനക്ക് ഖൈർ നൽകട്ടെ. നീ നല്ലവനായിരുന്നല്ലോ, എത്രയെത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്, എത്രയെത്ര നല്ല സംസാരമാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത്, എത്രയെത്ര കർമ്മങ്ങൾക്കാണ് നീ ഞങ്ങളെ സാക്ഷിയാക്കിയത് എന്ന് ഈ മലക്കുകൾ സന്തോഷത്തോടെ പറയും. എന്നാൽ വഇൻ കാന ഫാജിറാ, അവൻ കുറ്റവാളിയാണെങ്കിൽ, അവൻ തെറ്റുകാരനാണെങ്കിൽ, സിനിമ കാണുന്നവനാണ്, കള്ളു കുടിക്കുന്നവനാണ്, തെമ്മാടിയാണ്, നോമ്പ് നോൽക്കാത്തവനാണ്, ദുആ ചെയ്യാത്തവനാണ്, ആളുകളെ പരിഹസിക്കുന്നവനാണ്, ഇങ്ങനെയാണെങ്കിൽ ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്കൊരിക്കലും ഖൈർ നൽകാതിരിക്കട്ടെ. മരിക്കുന്ന വേളയാണ്, ഒരു പുൽക്കൊടിയെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതുന്ന സമയമാണ് അവനോട് മലക്കുകൾ പറയുന്നു. കാരണം ഫറുബ്ബ മജ്ലിസി സൂഇൻ അജ്ലസ്തനാ, എത്ര മോശം സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്. നീ സിനിമാ തിയേറ്ററിലല്ലേ ഇരുത്തിയത്, നീ മദ്യഷാപ്പിലല്ലേ ഇരുത്തിയത്, നീ അനാവശ്യ സംസാരങ്ങൾ നടക്കുന്നിടത്തല്ലേ ഇരുത്തിയത്, നീ ഗാനമേളയുടെ സദസ്സിൽ കൊണ്ടുപോയല്ലേ ഇരുത്തിയത്. അതുകൊണ്ട് നിനക്ക് അല്ലാഹു നല്ലത് തരാതിരിക്കട്ടെ. വഅമലിൻ ഗൈറു സ്വാലിഹ് ഇഹ്തനർതനാ, എത്രയെത്ര മോശമായ കർമ്മങ്ങളുടെ ഇടയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ആക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഈ 2 മലക്കുകൾ അവനോട് പറയുകയാണ്. വകലാമിൻ ഖബീഹിൻ അസ്മഅതനാ, എത്രയെത്ര മോശം സംസാരങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യ. മുഅ്മിനേ, ഇതാരെ കുറിച്ച് പറയുന്നതാണ്? ഒരുപക്ഷേ നമ്മെ കുറിച്ചാകാം. കാവൽ ചോദിക്കണം നമ്മൾ പേടിക്കണ്ടേ? മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗാനുഭവമാകുമോ നരകാനുഭവമാകുമോ? ചീത്തയാൾ നരകം കാണും. മരിക്കുന്ന വേളയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അവന്റെ ബേജാറ്, അവന്റെ വേവലാദികൾ, അവന്റെ ബേജാറും അവന്റെ കഷ്ടപ്പാടുകളും. അതല്ലേ അവനിലേക്ക് മരണമെത്തിക്കഴിഞ്ഞാൽ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്, അവൻ പിരിയുമെന്നുറപ്പിച്ചു. ഇനി എനിക്ക് സമയമില്ല എന്നവന് ബോധ്യമായി. മുഅ്മിനേ, ഇതാരെങ്കിലും കുറിച്ചല്ല, ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ്. അവൻ കൈകാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി അവൻ എങ്ങോട്ടാ പോകുന്നത്? ഇലാ റബ്ബിക, ഇലാ റബ്ബിക,
ഇന്ന് വരെ നീ വിളിച്ചിരുന്നില്ലല്ലോ, ഇന്ന് വരെ നീ അവഗണിക്കുകയായിരുന്നല്ലോ, ഇന്നാ റബ്ബിന്റെ അടുക്കലേക്ക് നീ യാത്രയാവുകയാണ്. ലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കസ്സബ വതവല്ല. നിസ്കരിച്ചില്ല, അവൻ സ്വതക്ക കൊടുത്തില്ല, അവൻ ദാനധർമ്മങ്ങൾ ചെയ്തില്ല. പൈസയുണ്ടായപ്പോ അവൻ അതുകൊണ്ട് ധൂർത്തടിക്കുകയായിരുന്നു, അതുകൊണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്യാമെന്നവൻ ഗവേഷണം നടത്തുകയായിരുന്നു. മുഅ്മിനേ, അങ്ങനെയുള്ള അവസരത്തിലതാ അവൻ അവന്റെ നരകാഗ്നിയെ മരിക്കുന്ന സമയത്ത് കാണുകയാണ്. അബ്ശിർ യാ അദുവല്ലാഹി ബിന്നാർ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്താ, നമ്മളോട് ഒരാൾ ഇങ്ങനെ വന്നു, സംസാരിച്ചു, നല്ല സ്വഭാവത്തിൽ പെരുമാറി, നമ്മൾ കൈകൊടുത്ത് പിരിയുമ്പോ അപ്പോഴും നമ്മളൊന്ന് ചിരിക്കുമല്ലോ, വീണ്ടും കാണണമെന്ന് നമ്മൾ പറയുമല്ലോ. ഇതങ്ങനെയല്ല. ഇവൻ ദുനിയാവിലേക്ക് വന്നു, തോന്നിയതുപോലെ ജീവിച്ചു, പോകുന്ന സമയത്ത് സന്തോഷമല്ലല്ലോ. അബ്ശിർ യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, നിനക്ക് നരകമാണുള്ളത്, അത് നീ അറിയുക എന്ന് മലക്ക് പറയുകയാണ്. ചിന്തിക്കണം, നമ്മൾ ഇതൊക്കെ പേടിക്കണം. ഇത് പേടിക്കാനാ നമ്മൾ ഇങ്ങനെ 8 ദിവസം വഅൽ നടത്തിയത്. ലൻ യഖ്റുജ അഹദുകും മിനദ് ദുനിയാ, നിങ്ങളിൽ നിന്ന് ഒരാളും ദുനിയാവിൽ നിന്ന് വേർപിരിയുകയില്ല. ഹത്താ യഅലമ ഐന മസീറുഹു, എവിടെയാണ് അവൻ ചെന്ന് ചേരുന്നത് എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് അറിയാതെ. വഹത്താ യറാ മഖ്അദഹു മിനൽ ജന്നതി അവിന്നാർ, മരിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ അവന്റെ സ്വർഗം, അതല്ലെങ്കിൽ അവന്റെ നരകം അവൻ കണ്ടിട്ടല്ലാതെ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒന്നുകൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒന്നുകൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. വളരെ ശ്രദ്ധയോടെ, വളരെ പേടിയോടെ നമ്മൾ കാണണം. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ സ്വർഗം കണ്ടിട്ടാ മരിക്കുക. ചോദിക്കുക അല്ലാഹുവിനോട്. അത് ചോദിക്കാനാണ് വാവാട് ഉസ്താദ് വരുന്നത്. അത് ചോദിക്കുവാനാണ് നമ്മൾ എപ്പോഴും കൈ ഉയർത്തേണ്ടത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുകയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഹബീബായ റസൂലുള്ളാഹിയോട് കൂടെ നിന്ന് അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ ചിന്തകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിലേക്ക് എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ മരണത്തെ കാത്ത് കിടക്കുമ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മർവാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. മർവാൻ ഇദ്ദേഹത്തെ കണ്ടോ പറഞ്ഞു, സ്വഹാബിയെ കണ്ടോ പറഞ്ഞു, അല്ലാഹുമ്മ ഖഫിഫ് അൻ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഈ മരണസമയത്ത് അദ്ദേഹത്തിന് നീ ലഘുവാക്കി കൊടുക്കണമേ, നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമേ. അബൂ ഹുറൈറ അത് കേട്ടപ്പോ പറഞ്ഞു, വേണ്ട, അല്ലാഹുമ്മശ്ദുദ് അല്ലാഹുമ്മശ്ദുദ്, അല്ലാഹുവേ എനിക്ക് നീ ശക്തി നൽകണം, എന്നെ നീ ശക്തിപ്പെടുത്തണം, എനിക്ക് നീ ശക്തിയായിട്ട് നൽകണം. സുമ്മ ബകാ, അതും പറഞ്ഞ് ബഹുമാനപ്പെട്ടവര് കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണേ, മാ അബ്കി ഹുസ്നൻ അലദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് പിരിയുകയാണല്ലോ എന്നോർത്ത് കരയുകയല്ല ഞാൻ. വലാ ജസഅം മിൻ ഫിറാഖികും, നിങ്ങളോട് പിരിയുകയാണല്ലോ എന്നോർത്തുകൊണ്ട് കരയുകയല്ല ഞാൻ. പിന്നെയോ എനിക്ക് പേടിയാ, ചിന്തിക്ക്, എനിക്ക് പേടിയാ. സ്വഹാബിയായ അബൂ ഹുറൈറ പറയുകയാണ്, വലാകിൻ അൻതദിറു ഇഹ്ദൽ ബശീറൈനി മിൻ റബ്ബി, ആരാണ് എന്നെ സന്തോഷ വാർത്ത അറിയിക്കുക? അബ്ശിർ ബിൽ ജന്ന എന്നാണോ, അതോ അബ്ശിർ ബിൻ നാരി എന്നാണോ?
എങ്ങനെയാണ് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് എനിക്കറിയില്ലല്ലോ. ബിജന്നത്തിൻ അംബിനാർ, നരകമാണോ സ്വർഗമാണോ എന്നോട് പറയുക എന്ന് ഞാൻ പേടിക്കുന്നു. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്.